ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തി വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം. നീ ഇതെവിടെ പോണു? ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നതാ. എന്താടാ? എടാ, എനിക്ക് നീ ഒരു ഉപകാരം ചെയ്യണം. കാര്യം പറയാ നീ. എടാ, ഞാൻ 3 ദിവസമായി വർഷാവിൽ പോയിട്ട്. എന്താടാ, കാശ് വല്ലതും വേണോ? ഏയ്, അതൊന്നുമല്ല. ആ റാഫേലേട്ടനായിട്ടേ ഞാൻ ചെറുതായിട്ടൊന്ന് മുടക്കി. ആഹാ, അത് കൊള്ളാം. അപ്പോൾ മധ്യസ്ഥ ചർച്ചയാണ് വിഷയം. അതെ, നീ പറഞ്ഞ പുള്ളി കേൾക്കും. എന്താണ് കാരണം? അത് പണിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. എന്തെങ്കിലും കുഴപ്പക്കേസാണെങ്കിൽ ഞാൻ ഇടപെടില്ല. ഏയ്, കുഴപ്പക്കേസൊന്നും അല്ല. ഒരു വണ്ടി കഴിഞ്ഞ ആഴ്ച തീർത്ത് കൊടുക്കേണ്ടതായിരുന്നു. അത് കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റിയില്ല. ആഹാ, അത്രേ ഉള്ളോ? ഇതിനെന്തിനാടാ ഞാൻ? നിനക്ക് സോൾവ് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. ഇതൊക്കെ ഒരു സോറി പറഞ്ഞിട്ട് ആ വണ്ടി പെട്ടെന്ന് പണിത് കൊടുത്താൽ പോരെ? അല്ലടാ, അത് ഈ നിസ്സാര കാര്യത്തിനാണോ? നിന്നെ സമ്മതിക്കണം. അല്ലേ തന്നെ റാഫേലേട്ടൻ്റെ കൂടെ നീ എത്ര വർഷമായി? നീ എന്തായി ആലോചിക്കണേ? എടാ, നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഇത്. കുറച്ച് സീരിയസ് ആണ്. സീരിയസോ? ആ. നീ അങ്ങേരെ വല്ല ഉപദ്രവിച്ചോ? ഏയ്, ഇല്ല. അല്ലേ തന്നെ നിവർന്ന് അങ്ങേരെ ഒന്ന് തന്നാ നിനക്ക് തടുക്കാൻ പോലും പറ്റൂല. പിന്നല്ലാതെ. അടിപിടി അല്ലെങ്കിൽ പിന്നെ എന്ത് സീരിയസാ? എടാ, അതാ തീർത്തു കൊടുക്കാന്ന് പറഞ്ഞ വണ്ടിയില്ലേ, അത് പണിയാൻ വേണ്ടിയിട്ട് ഞാനും തോമസും കൂടി ഓവർ ടൈമിൽ നിന്ന് അങ്ങോട്ട് പണിത്. അപ്പം അവിടെ റാഫിലേട്ടൻ കയറി വന്നു. അതിനെന്തോ കുഴപ്പം? കുഴപ്പം അതല്ലെന്ന്. പിന്നെ ഉറക്കമൊക്കെ നിന്ന് പണിയല്ലേ എന്ന് കരുതി ഞങ്ങളൊരു കുഞ്ഞപ്പം മേടിച്ചങ്ങ് അടിച്ച്. എന്ത്? ഓ, മദ്യം മേടിച്ച് കഴിച്ചത്. എന്നിട്ട് ഓവർ ടൈം പണിയെന്നും പറഞ്ഞിട്ട് ഇവിടെ വെള്ളവടിയാണല്ലെന്നും പറഞ്ഞ് ഒരുപാട് വഴക്ക് പറഞ്ഞു. അത് പിന്നെ പറയാതിരിക്കോ? അടിക്കാനൊക്കെ വന്നെന്ന്. അപ്പൊ അന്നേരത്തെ അവസ്ഥയില് ഞാനും ഒന്നിനും അങ്ങോട്ട് പറഞ്ഞു, മേലിവിടെ കയറി പോരുത്, പോയിക്കോളോന്നും പറഞ്ഞിട്ട് എന്നെ ഇറക്കി വിട്ടെന്ന്. ഇതിന് റാഫേലേട്ടനോട് ഞാനെന്ത് പറയാനാ? ഇത് അങ്ങേരുടെ ഭാഗത്തല്ലേ ന്യായം? ഓവർ ടൈം പണിയെന്നും പറഞ്ഞ് പണിയെടുക്കാതെ അവിടെ ഇരുന്ന് മദ്യപിച്ച ആർക്കായാലും ദേഷ്യം വരില്ലേ? അങ്ങേരായതുകൊണ്ട് അത്രയും നടന്നുള്ളൂ. ഞാനൊക്കെ ആയിരുന്നുണ്ടെങ്കില അവിടെ തന്നെ വെട്ടിക്കൂടി മൂടിയനെ. എടാ, നീയും കൂടി അങ്ങനെ പറയല്ലേടാ, പറ്റിപ്പോയി. ഇത്ര വില കുറിച്ചാവും ഞാൻ വിചാരിച്ച. നീയൊന്ന് സംസാരിക്കണം. മേലിൽ ഞാൻ ഇത് ആവർത്തിക്കില്ല. ഞാൻ ഉറപ്പ് പറയില്ല. എന്ത് സംസാരിക്കാന്നാ? അല്ലാന്ന് അങ്ങേര് സമ്മതിക്കുമെന്നുള്ള കാര്യം. എടാ, നീ പറഞ്ഞാൽ സമ്മതിക്കും. വാ. അത് നോക്കി, അതിലേക്കാണോ? അത് മാറ്റിക്കളയാം. ഇനി അധികാരം നിൽക്കൂല, മാറ്റേണ്ടി വരും. അപ്പം അത് മാറ്റാം. ശരി, മാറ്റിയേക്കാം. പിന്നെ ഈ ടാങ്ക? ടാങ്കിന് കുഴപ്പമില്ല. നല്ല പണിത്തിരക്കിലാണ് തോന്നുന്നല്ലോ. എന്തൊക്കെയുണ്ട് സ്റ്റാൻലി? നിന്നെ കണ്ടിട്ട് കുറച്ച് നാളായല്ലോ. അതെന്ത് വർത്താനായിട്ട ചേട്ടൻ പറയണത്? കഴിഞ്ഞ ആഴ്ചയല്ലേ പള്ളിയിൽ വെച്ച് കണ്ടത്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് വന്ന് കാണേണ്ട കാര്യം ഉണ്ടായില്ല. അത് കൊള്ളാം. അപ്പോ ഇപ്പൊ പ്രത്യേകിച്ച് കാരണമുണ്ട്. എന്താടാ, വണ്ടിക്ക് വല്ല കംപ്ലൈന്റ് ആയ? എന്താടാ, എന്താണ്? ഏയ്, ഞാൻ നമ്മുടെ ടോമിച്ചന്റെ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയാ.
വക്കാലത്ത് പറയാൻ പറ്റിയ ആളാ. അവന്റെ കാര്യം എന്തു പറയാനാ? എടാ, എത്ര നാളായിടാ അവൻ എൻ്റെ കൂടെ കൂടിയിട്ട്. അവൻ്റെ അപ്പം മരിച്ചതിന് ശേഷം എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാതെ നിന്നപ്പോൾ, തെക്കും വടക്കും ഏതാണെന്ന് അറിയാതെ നിന്നപ്പോൾ എൻ്റെ കൂടെ കൂട്ടിയതാ. പണിക്കാരനായപ്പോഴേ അഹന്ത വന്ന വഴി മറന്നു. നല്ല ഒന്നാന്തരം പണിക്കാരനാ. ഞാൻ പറഞ്ഞു കഴിഞ്ഞത്തിരി കൂടിപ്പോവും. എടാ, അവനിപ്പോ മദ്യമില്ലാതെ പറ്റില്ലെന്ന് വന്നാ ഞാൻ എന്ത് ചെയ്യാനാ? കേട്ടിട്ടില്ലേ? ചൊല്ലിക്കൊട് ചൊല്ലിക്കൊട്, നന്നായില്ലെങ്കിലേ തള്ളിക്കളയാ. അത് പിന്നെ അവനതൊരു പറ്റിപ്പോയി. ചേട്ടൻ ഇത്തവണ ഒരു മാപ്പ് കൊടുക്ക്. ഞാൻ പറഞ്ഞു ഇതിനകത്തത് പറ്റില്ല എന്ന്. വന്നേ ഇതിനകത്തായി കൂത്ത് മദ്യപാനം. ഞാനില്ലല്ലോ എന്ന് കരുതിയ ഞാൻ ആ സമയത്തൊന്നും ഇവിടെ വരാറില്ല. ഇത് രാത്രി ഓവർ എന്നും പറഞ്ഞു വന്നതാ ഇവൻ. ഇതെന്നെ മാതാവ് തോന്നിപ്പിച്ചതാ. എല്ലാം ഞാൻ അവിടത്തെ ഏൽപ്പിച്ചാ പോവാറ്. അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു ഏനക്കേട് ഉണ്ടായിട്ടില്ല. എൻ്റെ കണ്ണിൽ തന്നെ പെട്ടില്ലേ. എനിക്ക് അന്നേരം വരാൻ തോന്നിയില്ലെങ്കിലോ ഞാനറിയോ? അല്ല, ചേട്ടൻ ഉണ്ണാൻ പോയില്ലേ? സ്റ്റാൻലി, നീ വിഷയം മാറ്റാൻ നോക്കണ്ട. എന്നെ തല്ലണ്ട മാവ, ഞാൻ നന്നാവില്ല എന്ന മട്ടിലുള്ള പോക്ക. അത് വകവച്ചു കൊടുക്കാനേ എന്നെ കിട്ടില്ല. ചേട്ടാ ഇത് കഴിഞ്ഞിട്ടില്ല. അതെ, ആ ടോമിച്ചന്റെ കാര്യം പറയണേ. ശരി. വേണ്ട, ചേട്ടൻ വക വെച്ച് കൊടുക്കണ്ട. ചേട്ടൻ ചേട്ടൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണം. അപ്പോൾ കുഴപ്പമില്ലല്ലോ. എന്ന് വെച്ചാൽ വർക്ക്ഷോപ്പിൽ എന്നല്ല, ജോലി സമയത്ത് ഇത്തരം പ്രവൃത്തികൾ ഏർപ്പെട്ടാൽ, അതായത് മദ്യപിച്ചാൽ സ്പോട്ടിൽ കട്ട് ചെയ്തോ. പക്ഷേ ഒരവസരം കൂടി ചേട്ടൻ അവന് കൊടുക്കാതിരിക്കരുത്. നല്ല മനുഷ്യൻ അയൽക്കാരനു വേണ്ടി ജാമ്യം നിൽക്കും. പ്രഭാഷകൻ 29 അധ്യായം 14 വാക്യം. ഇതേ ആ ഗീവർ സാറിന്റെ വണ്ടിയാ. മക്കളൊക്കെ നല്ല സെറ്റപ്പ് അല്ലേ? അപ്പോൾ സാറിൻ്റെ ഇപ്പോഴത്തെ നിലയിൽ സാർ ഇതിനൊക്കെ പോകണം അല്ലേ ഏട്ടാ? ടോമിച്ചിൻ്റെ കാര്യം എടാ, ഞാൻ അത്രയ്ക്ക് മനസാക്ഷിയില്ലാത്ത ആളൊന്നുമല്ല. അത് പിന്നെ എനിക്കറിയില്ലേ. ഇവൻ്റെ അപ്പനോടും എനിക്ക് കടപ്പാടുണ്ട്. ദേവസ്യേട്ടനെ എൻ്റെ ആശാന. ദേവസ്യേട്ടൻ എന്നെ സ്വന്തം അനിയനെ പോലെ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെയാ ഞാൻ ഇവനെ കാണുന്നത്. എന്നിട്ട് ഇവനോ? പോട്ടെ ഏട്ടാ, ക്ഷമിച്ചു കള. അവൻ ശരിയായിക്കോളും. വരാൻ പറ. എവിടെയുണ്ട് ഈ മഹാൻ? എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇവിടെ വർക്ക്ഷോപ്പിന് പുറത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ വിളിക്കാം. മനുഷ്യന്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. പ്രഭാഷകൻ 17 അധ്യായം 22 വാക്യം. ആ എന്താടാ, റാഫിയേട്ടനെ കണ്ടോ? കണ്ടു. പുള്ളി നല്ല ചൂടിലായിരുന്നു. ഒരു കണക്കിന് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. നാളെ മുതൽ ജോലിക്ക് വരാൻ പറ്റുമോ? അത് പറ നീ. ഓ, എന്തൊരു ധൃതി. ഓരോന്ന് ഒപ്പിച്ചു നോക്കുമ്പോൾ ഇതൊന്നും ഓർക്കില്ല. ഇപ്പം നീ എൻ്റെ കൂടെ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു. നീ വാ. ഇപ്പോഴാ? പിന്നില്ലാതെ.
എടാ എനിക്ക് റാഫിലേട്ടൻ്റെ ഫേസ് ഒരു ചമ്മലി. എങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ നോക്കാം. ആ അല്ലാതെ പിന്നെ എന്ത് പറയാനാ? ഇപ്പം ചെന്ന് അയാളോട് ക്ഷമ പറഞ്ഞ് കയറാൻ നോക്ക്. എന്നിട്ട് നാളെ മുതൽ പണിക്കുകയല്ലേ. നടക്കും. ഏതായാലും നീ ആശാനോട് മാപ്പ് പറഞ്ഞ് തിരികെ ജോലിയിൽ കയറിയത് നന്നായി. ഇത് നിനക്ക് അന്ന് രാത്രി തന്നെ ചെയ്താൽ പോരാർന്ന? അതേ, ഞാൻ തന്നെ പോലെ പേടിത്തൊണ്ടല്ല. അഭിമാനത്തെ ചോദ്യം ചെയ്താ തിരികെ ചോദിച്ചിരിക്കും, പറഞ്ഞിരിക്കും ഈ ടോമിക്കൻ. അതാണ് അന്ന് രാത്രി താൻ അവിടെ കണ്ടത്. അത് കണ്ടത് ശരിയാണ്. എന്നിട്ട് ഈ അഭിമാനം കഴിഞ്ഞ ദിവസം തിരികെ ജോലിയിൽ കയറാൻ ആശാനെ കാണാൻ വന്നപ്പോ കണ്ടില്ലല്ലോ. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ? അതെന്താണ്? എന്നെ ഉപദ്രവിച്ച ഞാനത് ഇവിടെ വെച്ചിരിക്കും. അവസാനം വരുമ്പോ കൊടുക്കും. 1-ന് 10 ഞാൻ കൊടുക്കും. എടാ, അത് പിന്നെ അങ്ങേര് നിന്റെ ആശാനല്ലടാ. എനിക്കിപ്പോഴും ആശാന്റെ മുമ്പിൽ എന്തെങ്കിലും തെറ്റുവരുത്തിയ എന്തൊരു പേടിയാന്നറിയാമോ? വീരുക്കൾ അങ്ങനെയാണ്. പക്ഷേ എന്നെ പോലുള്ള ധീരന്മാർക്ക് അങ്ങനെ അല്ല. കേട്ടിട്ടില്ലേ? ധീരന് മരണം ഒന്നേ ഉള്ളൂ. നീ പറയണത് കേട്ടിട്ടെ എനിക്ക് നീ എന്താ പുള്ളിനെ തട്ടിക്കളയാനുള്ള പരിപാടിയാണ്? തട്ടിക്കളയാനാ? ഇത് അതിനേലും മാരകമായിരിക്കും. അതൊക്കെ മേലെ. മരണമല്ല, മാനസികമായി അയാളെ തകർക്കുക. ആ വർക്ക്ഷോപ്പ് ഞാൻ ഇല്ലാതാക്കും. വായിലേക്ക് പ്രവേശിക്കുന്നതല്ല, വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. മത്തായി 15-ാം അധ്യായം 11-ാം വാക്യം. ഒരു കാറ് പോയിട്ട് ഒരു ലൂണ പോലും വരാത്ത വിധത്തിലാക്കും ഞാൻ. എടാ, എന്തു വന്നാലും ആശാൻ നിന്നെ തിരികെ എടുത്തില്ലേ? അത് ഔദാര്യമല്ല, എന്നെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് കണ്ട് അങ്ങേരെ എന്നെ തിരികെ വിളിക്കാതിരിക്കുമ്പോളാ ഞാൻ അങ്ങോട്ട് ചെല്ലണത്. ഞാൻ ചെന്നില്ലെങ്കിലേ അയാൾ ആളെ വിട്ടെന്നെ പിടിപ്പിക്കുമായിരുന്നു. എന്നെപ്പോഴും പണിക്കാരൻ നഷ്ടപ്പെട്ടാൽ അയാളുടെ കഷ്ടകാലം അപ്പൊ തുടങ്ങുമെന്ന് അതയാൾക്കറിയാം. ഇനി താൻ കണ്ടോ, ഇനിയാണ് എന്റെ ആത്മാർത്ഥതയില്ലാത്ത ദിവസങ്ങളെ ആ വർക്ക്ഷോപ്പിൽ ആരംഭിക്കാൻ പോണത്. എടാ, കഴിഞ്ഞ ദിവസം വർക്ക്ഷോപ്പിൽ നിന്നേ കാണാതെ പോയ ബാറ്ററി 2 നീയാണ് എടുത്തത്. ആണെങ്കി എന്താടോ താനെന്താ ഒറ്റ കൊടുക്കുവോ? കൊടുത്താലുണ്ടല്ല തനിക്കും കൂടി ഇതിൽ പങ്കെടുത്ത് ഞാനും കൂടി പറയും. എടാ മഹാഭാവി, നീ എന്ത് വേണമെങ്കിലും ചെയ്തു, പക്ഷേ എന്നെ അതിലേക്ക് വലിച്ചെടുക്കരുത്. ആ ജോലി പോയാലുണ്ടല്ല എന്റെ കുടുംബം പട്ടിണിയായി പോകും. എന്നാലും ഒരു കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് നീ ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നാണ്. ചെയ്യരുതെന്നാ? ഒരടിമയെ പോലെ എന്നോട് പെരുമാറുന്ന അയാളെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. താൻ നോക്കിക്കോ. ഞാനേ ആറ്റിക്കൊണ്ട പാമ്പാണ്. അത് വെറും പാമ്പല്ല, മൂർഖൻ, കരിമൂർഖൻ. എന്റെ കർത്താവേ, ഇവനിത് എന്തിനുള്ള പാവം? ഇതിപ്പോ സത്യം പറഞ്ഞ ഞാൻ കൊടുക്കും. പറയാതിരുന്ന സമാധാനമായിട്ട് ഉറങ്ങാനും പറ്റില്ല. ഇനിയിപ്പോ എന്താ ചെയ്യ? കല്ലിനു ഭാരമുണ്ട്, മണലിനും ഭാരമുണ്ട്. എന്നാൽ ബോഷന്റെ പ്രകോപനം ഇവ രണ്ടിനെയും കാൾ ഭാരമുള്ളതത്രേ. സുഭാഷിതങ്ങൾ 27-ാം അധ്യായം 3-ാം വാക്യം. ചേട്ടൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? എന്റെ പൊന്നു സ്റ്റാൻലി, ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണ്. നിങ്ങൾ രണ്ടുപേരും, ആശാനും സ്റ്റാൻലിയും, അന്ന് വർക്ക്ഷോപ്പിലിരുന്ന് സംസാരിച്ചത് ഞാൻ മുഴുവൻ കേട്ടതാ.
നിങ്ങൾക്ക് അവനോടുള്ള കരുതലും സ്നേഹവും ഞാൻ അന്ന് കണ്ടതാ. നിങ്ങൾ കരുതുന്നത് പോലെയല്ല അവൻ്റെ മനസ്സിൽ. ഈ ടോമിച്ചൻ്റെ മനസ്സിലേ അവൻ ആശാനോട് നല്ല പകയുണ്ട്. അവൻ ചീത്തയായി പോകുന്നത് കണ്ട് അവൻ്റെ മദ്യപാനശീലത്തെ ആശാൻ എതിർത്ത് സംസാരിക്കുന്നതാ മെയിനായിട്ട് അവൻ്റെ കലി. ചേട്ടന് ഇതിനി ആരോടും പറയണ്ട, ഞാനിത് കൈകാര്യം ചെയ്തോളാം. ദേ സ്റ്റാൻലി, അവൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച് എന്നെ കുടുക്കിയ എന്നെ രക്ഷിച്ചേക്കണേ. ചേട്ടൻ പേടിക്കാതിരിക്കേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എങ്കിൽ ഞാൻ ചെല്ലട്ടെ. ആ ശരി. എടാ, നീ ഇത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നാശത്തിന്റെ പടുകുഴിയിലേക്ക് കൂപ്പുകുത്താറായ നിന്റെ നന്മ ആഗ്രഹിക്കുന്ന ആ നല്ല മനുഷ്യന്റെ വർക്ക്ഷോപ്പ് നിനക്ക് നശിപ്പിക്കണമല്ലേ? എന്ത് മനസ്സാടാ നിന്റെ? നിന്റെ അപ്പനോടുള്ള കടപ്പാട് കൊണ്ട് അപ്പനോടും അപ്പന്റെ മരണത്തിന് ശേഷം ആ അപ്പന്റെ മകനോടും നന്ദിയും കടപ്പാടും കാണിക്കുന്ന ആ നല്ല മനുഷ്യന്റെ നാശം ആഗ്രഹിച്ച് എൻ്റെ മധ്യസ്ഥതയിൽ തിരികെ ജോലിക്ക് കയറിയ നീയൊന്നും മനുഷ്യനല്ലടാ, മൃഗമാ, മൃഗം. തുറന്ന കുറ്റപ്പെടുത്തലാണ് നിഗൂഢമായ സ്നേഹത്തേക്കാൾ മെച്ചം. സുഭാഷിതങ്ങൾ 27-ാം അധ്യായം 5-ാം വാക്യം. ഒത്തിനോട് വേദം ഓതിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഒന്നുകൂടി കേട്ടോ. അങ്ങേര് 3 മാസത്തേക്ക് ഓസ്ട്രേലിയക്ക് പോകുക, മകൻ്റെ അടുത്തേക്ക്. അപ്പം ആ വർക്ക്ഷോപ്പ് ഏൽപ്പിക്കാൻ പോകുന്ന ആരെയെന്നറിയോ? അയാളുടെ നാശം കാണാൻ ആഗ്രഹിച്ച് നടക്കുന്ന നിന്നെ. എടാ, ഞാൻ എന്നോട് നീ ഒന്നും പറയണ്ട. പറ്റുമെങ്കിലേ ആ നല്ല മനുഷ്യനോട് നിന്റെ മനസ്സിലെ ദുഷിപ്പ് മുഴുവൻ തുറന്നു പറഞ്ഞ് മാപ്പി ചോദിക്കുക. അവരെ കുറ്റപ്പെടുത്തുന്നതിൻ്റെ ലക്ഷ്യം പരിശുദ്ധമായ ഹൃദയത്തിലും നല്ല മനസാക്ഷിയിലും നിഷ്കപടമായ വിശ്വാസത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന സ്നേഹമാണ്. 1 തീമോത്തിയോസ് 1-ാം അധ്യായം 5-ാം വാക്യം. എന്തു പറ്റിയടാ? ആശാനെ, ഇനി മുതൽ ഞാൻ വരുന്നില്ല വർക്ക്ഷോപ്പിൽ. നീ കഴിച്ചിട്ടുണ്ടോ? ഒരു തുള്ളി ഞാൻ കഴിച്ചിട്ടില്ല. എന്റെ നശിച്ച മദ്യപാനത്തെ പറ്റി ആശാൻ എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല. എന്നേലും 100 ഇരട്ടി നല്ലത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടാ ആശാനും നീ നിലയിലെത്തിയത്. ഇതൊന്നുമില്ലാതെ ഇപ്പോഴും മദ്യപാനത്തിൽ തൽപരനായ ഞാൻ അപ്പനായിട്ട് ഉണ്ടാക്കിയതെല്ലാം നശിപ്പിച്ചതല്ലാതെ ജീവിതത്തിൽ ഇന്നുവരെ ഉയർച്ചയുടെ ഒരു പടി പോലും വെക്കാൻ സാധിച്ചിട്ടില്ല. ഇനിയൊട്ട് കഴിയുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. എടാ ടോമിച്ച, നിന്നെപ്പോലൊരു വർക്കർ ഈ അടുത്ത ഏതെങ്കിലും വർക്ക്ഷോപ്പിലുണ്ടോ? ഇല്ല. അങ്ങനെ നല്ലൊരു പണിക്കാരനായി നിനക്ക് നേടാൻ പറ്റാത്തതായി എന്തുണ്ട്? ഞാനില്ലടാ കൂടെ. കണ്ടില്ലടാ, ഇതുപോലെ നിന്റെ ഉയർച്ച ആഗ്രഹിക്കുന്ന
ഈ ആശാനും ഇത്രയൊന്നുമില്ലെങ്കിലും ഇതിൻ്റെ പകുതിയെങ്കിലും ആഗ്രഹിക്കുന്ന എന്നെപ്പോലുള്ള സുഹൃത്തുക്കളും ഇല്ലേ? ആ നിനക്കാണോ ഉയർച്ചയുടെ ഒരു പടി കൂടി വെക്കാൻ പറ്റാത്തത്? മദ്യമെന്ന പിശാചിനെ മാറ്റി നിർത്തിയ നീ ഒരു പടിയല്ല 100 പടികൾ കയറും, അല്ലേ ഏട്ടാ? ഇത് ആശാനോട് 100 വട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. പ്രഭാഷകൻ 17-ാം അധ്യായം 24-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.